അസ്സലാമു അലൈക്കും. ഏറുവാടിയിൽ നിന്നും കീഴക്കരയിലേക്ക് പോകുമ്പോൾ കീഴക്കരയുടെ അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് പുതുമായംകുളം. പാമ്പ് ശല്യവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം ഇവിടെയുണ്ട്. ഈ ദർഗക്കരികെ ഹൈന്ദവ കാവുകൾക്ക് സമാനമായ ചില മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലം വളച്ചു കെട്ടിയിട്ടുണ്ട്. ഈ കാവ് ഭാഗത്ത് 2 ഗേറ്റുണ്ട്. ചിലർ മുട്ടയും പാലും അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇവിടെ നിന്നും ശേഖരിക്കുന്ന മുട്ടകളാണോ എന്നറിയുന്നില്ല. ദർഗയുടെ ഉള്ളിൽ മുട്ടയുടെ ഒരു തട്ടിരിക്കുന്നുണ്ട്. പാമ്പ് വിഷം മനുഷ്യന് അറിയാത്തൊരു വസ്തുതയായിരുന്നു ആദ്യകാലത്ത്. പാമ്പ് കടിച്ച് മരിച്ചതിൽ പാമ്പിനെ ആരാധിക്കുന്ന ഒരവസ്ഥ വന്നു. ഹൈന്ദവ സമൂഹത്തിൽ ചിലർ ഇന്നും ആ വിശ്വാസം കൊണ്ടു നടക്കുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാമ്പ് വിഷം ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ മനുഷ്യൻ്റെ ശരീരത്തിൽ ദോഷകരമായി ബാധിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. അതുമാത്രമല്ല, പാമ്പുകൾക്ക് ഇസ്ലാമിൽ പ്രത്യേക ശക്തിയുണ്ടെന്നുള്ള വിശ്വാസമൊന്നുമില്ല. പാമ്പ് ശല്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നതിന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അനവധി പരിഹാരങ്ങൾ കാണാൻ കഴിയും. അത് നമ്മൾ നടപ്പിലാക്കിയാൽ മതി. ശുഹദാക്കളെയും വലിയകളെയും ആദരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള പല അന്ധവിശ്വാസങ്ങളും ഉണ്ട്. അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ഞങ്ങൾ പോയ സമയത്ത് ഒരാൾ ഈ കാവിൻ്റെ മുമ്പിൽ നിന്ന് നാഗനൃത്തം ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കൂളായി അയാൾ പോകുന്നതും കണ്ടു. സയ്യിദന പീരിയ നൈനാർ ഉപ്പാപ്പ എന്നവരും മറിയം ബീവി എന്നവരുമാണ് ഇവിടുത്തെ മക്ബറയിൽ അടങ്ങിയിരിക്കുന്നത്. ഈ മക്ബറയുടെ ഒരു സൈഡിൽ ഒരു കൊടിമരം കാണുന്നുണ്ട്. വിശാലമായ വളപ്പിൽ ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയായിട്ട് ഇരിക്കുന്നു. അവർ മജ്‌ലിസുകൾ നടത്തുന്നു. ഇടക്കാലത്ത് ഈ ദർഗ ആക്രമിക്കപ്പെട്ടതുകൊണ്ട് ചുറ്റും വേലി കെട്ടി ഇതിനെ സന്ദർശന സമയമെല്ലാം വെച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണി മുതൽ രാവിലെ 9 മണി വരെ ഇവിടേക്ക് പ്രവേശനമില്ല. പാമ്പുകൾ മുട്ടയും പാലും കഴിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പാല് കുടിക്കുന്ന ഒരാളാണ് ഈ കാണുന്നത്. മറച്ച് കെട്ടിയ സ്ഥലത്ത് ഒരു കോഴിയെയും കണ്ടു. അത് നേർച്ചക്കോഴിയാണോ എന്നറിയില്ല. അവിടെ പാമ്പിൻ്റെ സാന്നിധ്യമൊന്നും കാണുന്നില്ല. ഉണ്ടെങ്കിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഭക്ഷണ പദാർത്ഥങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് എലിയും പെരിച്ചാഴിയും വരും. അവയെ കഴിക്കാൻ വേണ്ടി പാമ്പുകളും വരും. ഇതാണ് അതിൻ്റെ ശാസ്ത്രം. വിശ്വാസത്തിൽ അല്പം യുക്തിബോധം ചെലുത്തുന്നത് നമ്മുടെ വിജയത്തിന് നല്ലതാണ്. അതുകൊണ്ട് കണ്ണിൽ കണ്ടതെല്ലാം അതുപോലെ വിശ്വസിക്കണമെന്നില്ല, കേട്ടതെല്ലാം അതുപോലെ വിശ്വസിക്കണമെന്നില്ല.